ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേറ്റഡ് കാറ്റഗറി 3 സൈക്കോളജിയുടെ ബാലൻസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, NCF 2005 proposes the evaluation system should be based on marks, grades, both marks and grades, none of the above. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കും കേരള കരിക്കുലം ഫ്രെയിംവർക്കും നമ്മൾ നേരത്തെയും പറഞ്ഞു. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വന്നത് 2005-ലും കേരള കരിക്കുലം ഫ്രെയിംവർക്ക് വന്നത് 2007-ലുമാണ്. അപ്പോൾ NCF 2005 അനുസരിച്ച് ഇവാലുവേഷൻ സിസ്റ്റം എന്ത് ബേസ് ചെയ്തിട്ടാണ്? മാർക്സ് ആണോ, ഗ്രേഡ് ആണോ, മാർക്കും ഗ്രേഡും കൂടെയാണോ, അതോ ഇതൊന്നും അല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ആൻസർ? ഗ്രേഡ്സ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആൻസർ ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ക്രിയേറ്റീവ് തിങ്കിങ്? പ്രോഡക്റ്റ് ഓഫ് കൺവേർജന്റ് തിങ്കിങ്, പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ്, പ്രോഡക്റ്റ് ഓഫ് റീസണിങ്, പ്രോഡക്റ്റ് ഓഫ് മെറ്റാകോഗ്നിറ്റീവ് തോട്ട്സ്. നമുക്കറിയാം ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ പറ്റിയിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് വെച്ചാൽ എന്ത് തിങ്കിങ് ആണ്? ഡൈവേർജന്റ് തിങ്കിങ് ആണ്. അപ്പം ആൻസർ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ്. അടുത്തത്, when we make use of many experience and examples for arriving at a generalized principle or conclusion, it is known as inductive reasoning, hypothetico-deductive reasoning, deductive reasoning, transdative reasoning. എന്താണ്? നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ജനറലൈസ്ഡ് ഒരുപാട് എക്സാമ്പിൾസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും ഒരു ജനറലൈസ്ഡ് പ്രിൻസിപ്പിളിലോട്ടോ അല്ലെങ്കിൽ കൺക്ലൂഷനിലോട്ടോ എത്തുന്നതിന് എന്താണ് നമ്മൾ പറയുന്നത്? ഇൻഡക്റ്റീവ് റീസണിങ് ആണ് അല്ലേ? പർട്ടിക്കുലർ ടു ജനറൽ, ഇൻഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവ് ആകുമ്പം ജനറൽ ടു പർട്ടിക്കുലർ ആണ്. ഇൻഡക്റ്റീവ് ആകുമ്പോൾ അതായത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ വലിയ പ്രിൻസിപ്പിളിലോട്ട്, സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. You look at a picture for several seconds and then close your eyes tightly. You attempted to visualize the picture of that you viewed. Here you try to utilize the visual sensory memory, which is named as echoic memory, iconic memory, semantic memory, long term memory. ഏതാണ് ആൻസർ? iconic memory ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the MMPI used to assess memory, intelligence, personality, creativity. MMPI എന്ത് അസസ് ചെയ്യാനുള്ളതാണ്? പേഴ്സണാലിറ്റി ആണ് അല്ലേ? പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ സബ്ജക്റ്റീവ് മെത്തേഡും ഒബ്ജക്റ്റീവ് മെത്തേഡും പ്രൊജക്റ്റീവ് മെത്തേഡും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ബെസ്റ്റ് റെമഡി ഓഫ് ദി സ്റ്റുഡൻസ് പ്രോബ്ലം റിലേറ്റഡ് ടു ലേണിംഗ് ഈസ് സജഷൻ ഫോർ ഹാർഡ് വർക്ക്, സൂപ്പർവൈസ്ഡ് സ്റ്റഡി ഇൻ ലൈബ്രറി, സജഷൻ ഫോർ പ്രൈവറ്റ് ട്യൂഷൻ, ഡയഗ്നോസ്റ്റിക് ടീച്ചിങ്. എന്താണ്? ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിന് റെമഡിയലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ബെസ്റ്റ് ലേണിംഗ് മെത്തേഡ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്? ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് ആണ് ഏറ്റവും നല്ല മെത്തേഡ്. കാരണം നമ്മൾ ഡയഗ്നോസ്റ്റിക് ടീച്ചിങ്ങിനെയാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലേ? കുട്ടികളുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് റെമഡിയൽ ടീച്ചിങ് നടത്തുന്നുണ്ട് അല്ലേ? അതാണ് ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് ആണ് ഇവിടുത്തെ ആൻസർ. ഇൻ എറിക്സൺസ് മോഡൽ, ദി കീ ചാലഞ്ച് ഓഫ് യങ് അഡൾട്ട്ഹുഡ് ഈസ് ത്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, intimacy versus isolation, identity versus role confusion, integrity versus despair. എന്താണ്? എറിക്സന്റെ സൈക്കോ സോഷ്യൽ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ യങ് അഡൾട്ട്ഹുഡിലെ കീ ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. എന്താണ്? ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. ഈ എറിക് എറിക്സണിൻ്റെ സൈക്കോ സോഷ്യൽ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. Choose the correct one which does not belong to the category of basic needs. Food and water, water and rest, food and safety, rest and safety. ഏതാണ് ഇതിൽ ബേസിക് നീഡ് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? റെസ്റ്റ് ആൻഡ് സേഫ്റ്റി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഫ്രം ദി ലിസ്റ്റ് ഫോർ ടീച്ചർ മെച്യൂരിറ്റി. ടീച്ചർ മെച്യൂരിറ്റിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഡിപ്പെൻഡൻറ്റ്, സബോർഡിനേറ്റ് പൊസിഷൻ, ലിമിറ്റഡ് ബിഹേവിയർ, ഡീപ്പ് ഇൻട്രസ്റ്റ് ആണോ? ആക്റ്റീവ്, ലിമിറ്റഡ് ബിഹേവിയർ, ലോങ് ടൈം പെർസ്പെക്റ്റീവ്, സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ ആണോ?
ആക്റ്റീവ് സൂപ്പർ ഓറിയൻറ്റഡ് പൊസിഷൻ, ഡീപ്പ് ഇൻട്രസ്റ്റ്, ലോങ് ടൈം പെർസ്പെക്റ്റീവ് ആണോ? ഷാലോ ഇൻട്രസ്റ്റ്, ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവ്, പാസിവിറ്റി, ഇൻഡിപെൻഡൻസ്. ഏതാണ് ഒരു ഗുഡ് ടീച്ചർ മെച്യൂരിറ്റി എന്ന് പറയുന്നത്? ആക്റ്റീവ് സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ, ഡീപ്പ് ഇൻട്രസ്റ്റ്, ലോങ് ടൈം പെർസ്പെക്റ്റീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ? ഇതിൽ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ വരാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ലവ് പ്രോക്സിമിറ്റി, ലവ് ഡിസ്യൂസ്, ലവ് ക്ലോഷർ, ലവ് പ്രാഗ്നൻസ്. ഏതാണ്? ലവ് ഡിസ്യൂസ് ആണല്ലേ. ലവ് ഡിസ്യൂസ് ടോണ്ടേക്കിൻ്റെതാണ്. അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, ദി സ്ട്രക്ചർ ഓഫ് സൈക്കെ ആർ ഇത് ഈഗോ, സൂപ്പർ ഈഗോ, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ്, ഓറൽ, ആനൽ ആൻഡ് ഫാലിക്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. ഇതെല്ലാം തന്നെ ഫ്രോയിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രോയിഡിൻ്റെ കൺസെപ്റ്റിൽ സ്ട്രക്ചർ ഓഫ് സൈക്കെ എന്താണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഇത് ഈഗോ, സൂപ്പർ ഈഗോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു തേഴ്സ്റ്റൺ, ഹൗ മെനി പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആർ ദെയർ? തേഴ്സ്റ്റനെ നമുക്കറിയാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻ്റലിജൻസ് തിയറീസിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി കൊണ്ടുവന്നത് തേഴ്സ്റ്റൺ ആണ്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് എത്ര പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആണ് ഒരു ഇൻഡിവിജ്വലിന് പറഞ്ഞിരിക്കുന്നത്? 5, 6, 7, 8. എന്താണ് ആൻസർ? 7 ആണ് ആൻസർ. 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് വെച്ചിട്ടാണ് തേഴ്സ്റ്റൺ തൻ്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് വൺ ഫോർ ECCE. ECCയുടെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഫോർ ക്രിയേറ്റീവ് ചിൽഡ്രൻ വിത്ത് എക്സെപ്ഷണലിറ്റീസ്, എഡ്യൂക്കേഷൻ ഫോർ ക്രിയേറ്റീവ് ചിൽഡ്രൻ ആൻഡ് എൻവയോൺമെൻറ്റ്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ഫോർ എക്സെപ്ഷണൽ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ഫോർ എഡ്യൂക്കേഷൻ, കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. എന്താണ് ECC എന്ന് വെച്ചാൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അനിത ഈസ് ഫ്രണ്ട്ലി, always willing to help others and compassionate. While considering Garner's theory, it can assume that Anita has high interpersonal intelligence, existential intelligence, spatial intelligence, interpersonal intelligence. അനിത നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു നല്ലൊരു കഴിവുള്ളൊരു കുട്ടിയാണ്. അപ്പം ഹവോർഡ് ഗാർണറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഉണ്ട്. അതനുസരിച്ച് അനിതയ്ക്ക് ഏത് ഇൻ്റലിജൻസ് ആണ് തന്നിരിക്കുന്നതിൽ കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അനിതയ്ക്ക് എന്താണ്? അനിത ഹാസ് ഹൈ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ദി തേർഡ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ഈസ് തിങ്കിങ്, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ. ഏതാണ് തേർഡ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്? ഇലുമിനേഷൻ ആണ്. ഫസ്റ്റ് പ്രിപ്പറേഷൻ, രണ്ടാമത്തെ സ്റ്റേജ് ഇൻക്യുബേഷൻ, മൂന്നാമത്തെ സ്റ്റേജ് ഇലുമിനേഷൻ, നാലാമത്തെ സ്റ്റേജ് വെരിഫിക്കേഷൻ. ഇത് നാലുമാണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ സ്റ്റേജസ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഇമാജിൻ യു ആർ ബൈസിക്ലിംഗ് ഇൻ റൈസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ആൻ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഫോർ ദിസ് ആക്ടിവിറ്റി? ബൈക്കിംഗ് to enjoy the fresh air, raising money for a charity you believe in, crowd cheers when you get a trophy, to increase your health through exercise. നിങ്ങൾ ഒരു ബൈക്ക് റേസിൽ പങ്കെടുക്കുകയാണ്. അത് സൈക്കിൾ റേസ്, ബൈസൈക്ലിങ്ങിൻ്റെ ഒരു റേസിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണ്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണ്? നമ്മുടെ ഈ റേസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം മോട്ടിവേഷൻ 2 ടൈപ്സ് ഉണ്ട്. ഇൻട്രിൻസിക് മോട്ടിവേഷനും ഉണ്ട്, എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഉണ്ട്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ നാച്ചുറൽ മോട്ടിവേഷനാണ്. അതായത് നമ്മൾക്ക് തന്നെ മനസ്സിൽ നമുക്ക് പഠിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇന്നത് ചെയ്യണം എന്നൊരു തോന്നൽ വരില്ലേ, അതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു ആർട്ടിഫിഷ്യൽ മോട്ടിവേഷനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. മറ്റുള്ളവരുടെ ഒരു മറ്റുള്ളവരിൽ നമുക്കൊന്ന് ഒരു സ്വാധീനം, ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. ഇവിടെ അപ്പോൾ എന്താണ്? നമുക്ക് ബൈക്ക് റൈസിങ്ങിന് ബൈസിക്കിൾ റൈസിൽ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ക്രൗഡ്സ് ചിയറിങ് വെൻ യു ഗെറ്റ് എ ട്രോഫി, അതൊരു എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ദി ഓർഗനൈസേഷൻ NCSE set up to improve the delivery of education service through inclusive education stands for National Council for Special Education, National Curriculum for School Education, National Council for Social Education, National Committee for Science Education. NCSE എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ, ഡെലിവറി ഓഫ് എഡ്യൂക്കേഷൻ സർവീസ് ത്രൂ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അവിടെ എന്താണ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പം ആൻസർ എന്ത് വരും, നാഷണൽ കൗൺസിൽ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ? ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ക്ലാസ്, ടു ബി പങ്ക്ച്വൽ ഇൻ ക്ലാസ്, ടു റിമൂവ് ദി ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്, ടു ബി എ ഗുഡ് ഒറേറ്റർ. എന്താണ് ടീച്ചറുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ടു റിമൂവ് ദി ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫെൻസ് മെക്കാനിസം? താഴെ തന്നിട്ടുള്ളതിൽ ഡിഫെൻസ് മെക്കാനിസം അല്ലാത്തത് ഏതെന്നാണ്. ഡിഫെൻസ് മെക്കാനിസം എപ്പോഴും പഠിച്ചിരിക്കണം. ജനറലൈസേഷൻ, പ്രൊജക്ഷൻ, അഗ്രഷൻ, റിയാക്ഷൻ, ഫോർമേഷൻ. ഇതിലേതാണ് ഡിഫെൻസ് മെക്കാനിസം അല്ലാത്തത്? ജനറലൈസേഷൻ ആണ്. പ്രൊജക്ഷനും അഗ്രഷനും റിയാക്ഷൻ ഫോർമേഷനും എല്ലാം ഡിഫെൻസ് മെക്കാനിസങ്ങളാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സെലക്ട് ദി കറക്റ്റ് വൺ അക്കോർഡിംഗ് ടു സ്കിന്നർ. പണിഷ്മെൻറ്റ് ക്യാൻ സ്ട്രെങ്തൻ ദി ബിഹേവിയർ. പണിഷ്മെൻറ്റ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ആർ ദി സെയിം. ബിഹേവിയർ കാൺ ബി മോഡിഫൈഡ്. ബിഹേവിയർ ഈസ് ഇന്നേറ്റ്. ഏതാണ് സ്കിന്നറുമായിട്ട് കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? പണിഷ്മെൻറ്റ് ക്യാൻ സ്ട്രെങ്തൻ ദി ബിഹേവിയർ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 40 സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ്.